ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊന്ന് കപ്പ വേവിച്ചാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പയെല്ലാം കൊത്തി ഞുറുക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരപ്പെടുക്കാം. അതിന് തേങ്ങ ചിരണ്ടി, കുറച്ച് ജീരകം, കുറച്ച് 2-3-4 ഉള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. 3 പച്ചമുളക്, 2 വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി കറിവേപ്പില, പിന്നെ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം, മഞ്ഞൾപ്പൊടി. അതിന് ശേഷം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പ ഇവിടെ തിളയ്ക്കാറായിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മിക്സ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. വെന്ത കപ്പയിലെ വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം, സാധാരണ നോർമലി ചെയ്യുന്ന പോലെ തന്നെ. അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അരപ്പ് വേവിച്ചെടുക്കാം. ഇനി നന്നായിട്ട് വേവുന്ന കപ്പ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടി. അപ്പോൾ തന്നെ നമ്മൾ കപ്പയൊക്കെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടി കടുക് വറക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. സാധാരണ കറിവേപ്പിലയും എണ്ണ, കടുക്, വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ കടുകും വറുക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയുള്ളത് ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറിയായിരുന്നു. നമ്മുടെ കപ്പയും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അതിൻ്റെ കപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കഴിച്ചു നോക്കി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.